നേതാക്കൾ രാവിലെ മുതൽ തന്നെ സജീവമാണ്. അനീഷ്, ആര്യാടൻ ഷൗക്കത്ത് ആണ് അല്പസമയം മുമ്പ് പറഞ്ഞത് അൻവർ പിടിക്കുന്ന വോട്ടുകൾ അത് LDFന്റെ വോട്ടുകളാണ്, അത് UDFനെ ബാധിക്കില്ല. ചെറിയ UDF വോട്ടുകൾ, കോൺഗ്രസ് വോട്ടുകളൊക്കെ അൻവർ പിടിച്ചേക്കാം എന്നുള്ളത്. അൻവർ കൂടുതൽ വോട്ടുകൾ പിടിക്കുന്നത് UDFന് അനുകൂലമാകും എന്നുള്ള ആത്മവിശ്വാസത്തിലാണോ ഷൗക്കത്തുള്ളത്? തീർച്ചയായും UDF ക്യാബ് ഇപ്പോൾ പറയുന്നത് അങ്ങനെയാണ്. കാരണം കഴിഞ്ഞ 2 തവണയായി കോൺഗ്രസ് വോട്ടുകളാണ് PV അൻവർ നേടി വിജയിച്ചതെന്നൊരു വിലയിരുത്തലുണ്ടായിരുന്നു. അതുകൊണ്ട് ഇത്തവണ ആ കോൺഗ്രസ് വോട്ടുകൾ അല്ലെങ്കിൽ കോൺഗ്രസിലെ അസംതൃപ്തരായ ആളുകൾ എന്തിന് അൻവറിന് വോട്ട് ചെയ്യണം, അൻവർ വിജയിക്കുമെന്ന ഒരു പ്രതീതിയോ കാര്യമായ ഒരു വോട്ട് വിഹിതം വർദ്ധിപ്പിക്കുമെന്ന പ്രതീതിയോ ഇല്ലാത്ത സാഹചര്യത്തിൽ നേരിട്ട് UDFും LDFും തമ്മിൽ പോരാട്ടം നടത്തുമ്പോൾ അൻവർ ചിത്രത്തിലേ ഇല്ല എന്ന് തന്നെയാണ് രാവിലെ UDF നേതാക്കൾ, പ്രത്യേകിച്ച് സ്ഥാനാർത്ഥിയും PV അബ്ദുൽ വഹാബ് MP അടക്കമുള്ളവർ പറയുന്നത്. അതുകൊണ്ട് അൻവർ ഒരു ഘടകമേ ഈ തെരഞ്ഞെടുപ്പിൽ അല്ല എന്നാണ് അവർ പറയുന്നത്. അൻവർ അഥവാ കൂടുതൽ വോട്ടുകൾ പിടിച്ചാൽ അത് LDFന്റെ MLA ആയിരുന്ന ആളാണ് അൻവർ. അതുകൊണ്ട് അൻവർ പിടിക്കുന്ന വോട്ടുകൾ UDF വിഹിതത്തിൽ നിന്ന് പോവില്ല എന്ന് അവർ വ്യക്തമാക്കുകയും ചെയ്യുന്നു. എന്തായാലും വലിയ ഒരു നിര തന്നെ, വോട്ടർമാരുടെ നിര തന്നെ ഇപ്പോൾ നമുക്ക് ദൃശ്യമാണ്. മഴയൊക്കെയാണ്, അതുകൊണ്ട് മഴ ഇതിനെ ബാധിക്കുമെന്ന് മഴയൊക്കെയാണ്. പക്ഷെ അതുകൊണ്ട് രാവിലെ വന്നത് ചെയ്യാമെന്ന് വിചാരിച്ചു. ആളുകൾക്കൊരു ആവേശമുണ്ടോ ചെയ്യാൻ? ആവേശം കാണുന്നുണ്ട്. ഇപ്പോൾ ആളുകൾ വന്നു തുടങ്ങി, അത്യാവശ്യം ആവേശം കാണുന്നുണ്ട്. എല്ലാ തവണയും ആദ്യം തന്നെ മിക്കവാറും മുന്നൊന്നും ഇങ്ങനെ വന്നിട്ടില്ല. പക്ഷെ ഇപ്രാവശ്യം ഒരു ശക്തമായ ഒരു മത്സരം നടക്കുകൊണ്ട് രാവിലെ തന്നെ വന്ന് വോട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഈ നിലമ്പൂർ ഇതിനു മുമ്പൊന്നും ഇങ്ങനെ ഇത്ര ഒരു ആവേശം ഉണ്ടായിട്ടില്ല. ആവേശം കണ്ടിട്ടുണ്ടായിരുന്നില്ല ഇതിന് മുന്നൊന്നും. ലോക്സഭാ തെരഞ്ഞെടുപ്പിലൊന്നും ഇത്ര വലിയ ആവേശമൊന്നും കണ്ടില്ല. പക്ഷെ എങ്ങനെയാണ് രാവിലെ തന്നെ വന്ന് ചെയ്യാൻ സാധാരണ ചെയ്യാറുണ്ടോ? ഉണ്ട്. എല്ലാ തവണയും രാവിലെ തന്നെ വന്ന് ചെയ്യാറുണ്ട്. എല്ലാ തവണയുണ്ട്. ഇത്തവണ എന്തെങ്കിലും പ്രത്യേകത തോന്നിയോ? ഒന്നുമില്ല, ഒരു കുഴപ്പമില്ല, ഒരു പ്രത്യേകതയില്ല. അതാണ് ശക്തമായ ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണം നമ്മൾ കണ്ടിരുന്നു. എല്ലാ മുന്നണികളുടെയും വലിയ നേതാക്കൾ ഇറങ്ങി വീട് വീടാന്തരം കയറിയുള്ള വോട്ടുപിടുത്തം നമ്മൾ കണ്ടു. അതിന്റെ ഒരു ആവേശം പ്രകടമാണ്. എങ്ങനെ എല്ലാ തവണയും രാവിലെ തന്നെ വന്ന് വോട്ട് ചെയ്യാനോ പതിവ്? ഇല്ല, രാവിലെ വരാറില്ല. ഇതിപ്പോ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ജോലിക്കൊക്കെ പോവാണെങ്കിൽ പോവാലോ വെച്ചിട്ട് രാവിലെ തന്നെ പണി തീർത്താ. അതെ അതെ. ഈ മഴ ഒരു ഘടകമാണോ? ഈ നിലമ്പൂർ കഴിഞ്ഞ കുറെ ദിവസമായിട്ട് ഇങ്ങനെ മഴ പെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. മഴ തന്നെയാണ്. അമ്മ എങ്ങനെയാ എല്ലാ തവണയും രാവിലെ ഒന്ന് ചെയ്യാറുണ്ടോ? അതോ രാവിലെ ചെയ്യല്ല, ഇപ്പൊ നല്ല സുഖമില്ലാത്തോണ്ടേ മകന് ജോലിക്ക് പോകാനൊക്കെ മകന്റെ ഒപ്പം പോന്താ, അതുകൊണ്ട് രാവിലെ കൊണ്ടുപോയിട്ട് ആളും ഫ്രീ ആയി അല്ലേ? എങ്ങനെയുണ്ട് പ്രചാരണമൊക്കെ? ഉഷാറായിരുന്നോ? കുറെ തവണ വോട്ട് ചെയ്തിട്ടുള്ളതാണ് ഇവിടെ. അപ്പം ഈ ആദ്യമായിട്ടാണോ ഇത്ര ഒരു ആവേശം ഒരു തെരഞ്ഞെടുപ്പിൽ വരുന്നത്? കൊറേ ഇത്രയും വയസ്സായില്ലേ. അല്ല, അതിൽ ഏറ്റവും ആവേശമുള്ള തെരഞ്ഞെടുപ്പ് ഇതായിരുന്നോ അതോ ആണോ? എങ്ങനെയുണ്ട് മൊത്തത്തിലൊരു ആവേശം? നല്ല ആവേശം കാണുന്നുണ്ട്. മഴയാണെങ്കിലും വോട്ടർമാരൊക്കെ രാവിലെ തന്നെ ബൂത്തുകളിൽ കാണാനുണ്ട്. അപ്പം ആര് സ്കോർ ചെയ്യുന്ന നമുക്ക് കാത്തിരുന്ന് കാണാം. അതൊന്നും ഇപ്പോഴും പ്രവചിക്കാൻ പറ്റില്ല. ഓക്കെ. അല്ല, ഇത് ഈ ആദ്യം ഇലക്ഷന്റെ പ്രചരണം തുടങ്ങിയപ്പോൾ മഴയായിരുന്നു, കുട്ടിക്കലാശത്തിന് മഴയായിരുന്നു, പല പരിപാടികളും നടന്നപ്പോൾ മഴയാണ്. അപ്പൊ അതുകൊണ്ട് തെരഞ്ഞെടുപ്പിന് മഴ വന്നാലും കുഴപ്പമില്ല. മഴയൊന്നും വകവെക്കുന്നില്ല വോട്ടർമാര്. ഓക്കെ. അമ്മ എങ്ങനെയാണോ? ഈ മഴയൊന്നും ഒരു പ്രശ്നമല്ലാത്തൊരു സാഹചര്യമാണോ? അതെ, മഴയൊന്നും പ്രശ്നമില്ല. ഇപ്പൊ നല്ല ചൂടുണ്ടോ? ചൂടില്ല. ചൂടൊന്നുമില്ല. അല്ല, തെരഞ്ഞെടുപ്പ് ചൂടുണ്ടോ? തെരഞ്ഞെടുപ്പും ചൂടുണ്ട്. എല്ലാ തവണയും ഇങ്ങനെയാണോ? രാവിലെ തന്നെ വന്ന് വോട്ട് ചെയ്യാറുണ്ടായിരുന്നോ അതോ ഇത്തവണ നേരത്തെ വന്നോ? അല്ല, രാവിലെ വരലുണ്ട്. എല്ലാ തവണയും നേരത്തെ. ഈ കുറെ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തു. ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനൊക്കെ എന്തെങ്കിലും ചൂടുണ്ടോ? എല്ലാ പാർട്ടിക്കാരും വീട്ടിൽ വരികയൊക്കെ ചെയ്തോ? വീട്ടിലൊക്കെ വന്നിരുന്നു എല്ലാവരും. ഇതാണ് വോട്ടർമാർ. പലരും ഈ പ്രതികൂല കാലാവസ്ഥയും ഈ തെരഞ്ഞെടുപ്പ് എത്തി അല്ലെങ്കിൽ സമ്മതിദാനാവകാശം രേഖപ്പെടുത്തിയ ശേഷം ജോലിക്ക് മറ്റും പോകാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. അതുകൊണ്ട് കാലേക്കുട്ടി തന്നെ തങ്ങളുടെ വോട്ടവകാശം രേഖപ്പെടുത്താനായി എത്തിയിരിക്കുന്ന കാഴ്ചയാണ്. ഇപ്പോൾ മഴയ്ക്കൊരു നേരിയ ശമനമുണ്ടായി. കഴിഞ്ഞ ഏതാണ്ട് 10-15 മിനിറ്റായി വലിയ മഴയാണ് പെയ്തപ്പം മഴയ്ക്കൊരു ശമനം ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് ഈ വരുന്ന മണിക്കൂറുകളിൽ പരമാവധി വോട്ടർമാരെ ബൂത്തുകളിലേക്ക് എത്തിക്കാനുള്ള ഒരു നീക്കത്തിൽ തന്നെയാവും പ്രധാന രാഷ്ട്രീയ പാർട്ടികളും മുന്നണികളുമൊക്കെ. രഞ്ജിത്താണ്. നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് ആദ്യ മണിക്കൂറുകളിൽ വളരെ ആവേശത്തോടെ തന്നെ പുരോഗമിക്കുകയാണ്. ആദ്യഘട്ടത്തിൽ തന്നെ മിക്കവാറും ബൂത്തുകളിലൊക്കെ വലിയ രീതിയിലുള്ള തിരക്ക് കാണുന്നുണ്ട്. തിരക്ക് എന്നതിനു ഉപരിയായി ആളുകൾ വളരെ ആവേശത്തോടെ ഈ ഒരു ജനാധിപത്യത്തിൻ്റെ ഏറ്റവും മനോഹരമായ അല്ലെങ്കിൽ ഏറ്റവും മഹത്തരമായ പ്രക്രിയയിലേക്ക് ഏറ്റവും രാവിലെ തന്നെ നമ്മൾ കാണുമ്പോൾ എല്ലായിടത്തും നോക്കുമ്പോൾ പ്രായമായവർ വളരെ ആവേശത്തോടെ തന്നെ പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തുന്ന കാഴ്ചയാണ് കാണുന്നത്. ഒരുപക്ഷെ
ആദ്യഘട്ടത്തിൽ തന്നെ വോട്ട് രേഖപ്പെടുത്തി തിരക്ക് ഒഴിവാക്കാം എന്ന് കരുതുന്നതാവും. പക്ഷേ എങ്കിൽ പോലും രാവിലെ ആദ്യ മണിക്കൂർ പിന്നിടുകയാണ്. ഇപ്പോൾ 1 മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു. ഈ 1 മണിക്കൂറിൽ നമ്മൾ കാണുന്നത് സജീവമായ ഒരു വോട്ടർമാരുടെ സാന്നിധ്യം എല്ലാ ബൂത്തുകളിലും കാണുന്നുണ്ട്. പ്രധാനപ്പെട്ട വ്യക്തികൾ ആ മണ്ഡലത്തിൽ, നിലമ്പൂർ മണ്ഡലത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തികൾ എന്ന് പറയുന്നത് സ്വാഭാവികമായും ഇന്നത്തെ ദിവസം സ്ഥാനാർത്ഥികളാണ്. സ്ഥാനാർത്ഥികൾക്കൊപ്പം നിലമ്പൂരിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട താരം നിലമ്പൂർ ഐഷ, അവർ രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തി. LDF സ്ഥാനാർത്ഥി M സ്വരാജ് വീട്ടിക്കുന്ന് സ്കൂളിലാണ് വോട്ട് രേഖപ്പെടുത്തിയത്. ആര്യാടൻ ഷൗക്കത്ത് രാവിലെ തന്നെ ചില ബൂത്തുകളിൽ സന്ദർശനം നടത്തിയ ശേഷമായിരിക്കും വോട്ട് രേഖപ്പെടുത്താനെത്തുക. പോളിംഗ് ബൂത്തിൽ നിന്ന് അനീഷ്, അരുൺ, അനുമോദ് ഇവരൊക്കെ പല ഭാഗത്തായി മണ്ഡലത്തിൽ ഉണ്ട്. അനീഷ്, രാവിലെ പ്രായമായവരൊക്കെ ഇങ്ങനെ വളരെ സന്തോഷത്തോടെ അല്ലെങ്കിൽ വളരെ പ്രതീക്ഷയോടെ ഈ പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നത് ഒരു വലിയ സന്തോഷമുള്ള കാര്യമാണ്. മിക്കവാറും ബൂത്തുകളിലൊക്കെ നോക്കുമ്പോൾ പ്രായമായവരെയാണ് കാണുന്നത്. അത് ഈ തിരക്കൊഴിവാക്കാൻ വരുന്നതാണോ അതോ ആ മണ്ഡലത്തിലെ വോട്ടർമാരെ ഈ പ്രചരണമൊക്കെ കാര്യമായി തന്നെ സ്വാധീനിച്ചിട്ടുണ്ട്? ഒരു ഉപതെരഞ്ഞെടുപ്പ്, അതും വളരെ ചെറിയ കാലയളവിലേക്കുള്ള ഒരു ഉപതെരഞ്ഞെടുപ്പ് എന്നതിൽ അപ്പുറത്തേക്ക് ഒരു ആവേശം അവരിലുണ്ടോ? ആരുണ്ട് കൂടെ? അവരോടൊക്കെ നമുക്ക് സംസാരിക്കാം. തീർച്ചയായും വലിയ ആവേശം. നമുക്കിപ്പോൾ 1-2 അമ്മമാരുണ്ട്. ഈ എല്ലാ തവണ എങ്ങനെ രാവിലെ തന്നെ വോട്ട് ചെയ്യാറുണ്ടോ അതോ? ഉണ്ട്, രാവിലെ തന്നെ നിങ്ങളൊന്നും ചെയ്യും. ഇത്തവണ എങ്ങനെ ഉണ്ടായിരുന്നു മൊത്തത്തിലൊരു ആവേശം? ചെയ്യണം, നമ്മുടെ ആളുടെ സ്ഥാനാർത്ഥി നമുക്ക് ജയിപ്പിക്കണം. നമ്മുടെ സ്ഥാനാർത്ഥി ജയിപ്പിക്കണം. ആരായാലും വോട്ട് ചെയ്താലും ജയിക്കും. ജയിക്കണം, ജയിച്ചേ പറ്റുള്ളൂ. ഈ കഴിഞ്ഞ ഒരുപാട് തെരഞ്ഞെടുപ്പുകളിൽ വോട്ട് ചെയ്തതാണ്. ഇത്തവണ എന്തെങ്കിലും പ്രത്യേക ഒരു ആവേശം ഉണ്ടായിരുന്നു? കൂടുതൽ നേതാക്കന്മാരെത്തി, പ്രവർത്തകരെത്തി, വലിയ കൊണ്ടുപിടിച്ച പ്രചാരണമായിരുന്നു. രസമുണ്ടായിരുന്നോ? എങ്ങനെ ഉണ്ടായിരുന്നു? ഉഷാറായിരുന്നു, കുഴപ്പമൊന്നുമില്ല. എല്ലാ തവണ രാവിലെ വന്ന് വോട്ട് ചെയ്യാറുണ്ടോ? രാവിലെ വരും. വോട്ടൊന്നും മുടക്കാറില്ല? മുടക്കത്തില്ല, അത് നമ്മുടെ ഒരു അവകാശമാണ്. പറ്റും നമുക്കത്. അത് മുടക്കിയിട്ടുള്ള കാര്യങ്ങളില്ലേ? വോട്ട് മുടക്കിയിട്ടുള്ള കാര്യങ്ങളില്ല. അത് ഞങ്ങൾ എപ്പോഴും വയ്യനും കൊടുത്തിരിക്കും. അതാണ് ഇപ്പൊ വയ്യലും നടന്നു വന്ന് അല്ലേ? അതുകൊണ്ടാണ് ഇപ്പൊ വന്ന് വിളിച്ചുകൊണ്ട് വന്ന് വോട്ട് ചെയ്യണമെന്ന് ആഗ്രഹം. കളയുകയല്ല. ശ്രീജി, ഇതാണ് എത്ര വലിയ അവശതയുണ്ടെങ്കിലും തളരില്ല. കാരണം അത് അവരുടെ ഒരു അവകാശമാണ്. അത് ചെയ്യുക തന്നെ ചെയ്തിരിക്കുമെന്നാണ് പറയുന്നത്. മക്കളോടൊപ്പമാണ് അമ്മമാർ രാവിലെ. കാരണം മക്കൾക്ക് ഇനി ജോലിക്ക് പോകണമെങ്കിൽ അമ്മമാരെ വോട്ട് ചെയ്യിച്ചിട്ട് വേണം പോവാൻ. അതുകൊണ്ട് രാവിലെ തന്നെ വന്ന് വോട്ട് ചെയ്യുന്ന ആളുകൾ, വർഷങ്ങളായി വോട്ടുകൾ ചെയ്യുന്ന ആളുകൾ. പക്ഷേ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് കുറച്ച് പ്രത്യേകതകളുള്ളതാണ്. ഓരോരുത്തരും പറയുന്നത് അവരവർ വോട്ട് ചെയ്ത സ്ഥാനാർത്ഥികൾ വിജയിക്കുമെന്ന് തന്നെയാണ്. ഓരോ സ്ഥാനാർത്ഥികളുടെയും വിജയം ഉറപ്പാക്കും, അല്ലെങ്കിൽ ഉറപ്പാക്കാനായാണ് തങ്ങൾ വോട്ട് കുത്തിയത് എന്നവർ പറയുകയും ചെയ്യുന്നു. എന്തായാലും രാവിലെ സാമാന്യം ഭേദപ്പെട്ട തിരക്ക് മിക്ക പോളിംഗ് ബൂത്തുകളിലും പ്രകടമാണ്. ആദ്യ മണിക്കൂറിൽ മഴയൊരു വില്ലനായി